ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അയർലൻഡിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന നഴ്സുമാർ ഇനി മുമ്പോട്ടേക്ക് എന്തൊക്കെ പ്രോസസ്സസ് ആണ് ചെയ്യേണ്ടത്, അയർലൻഡിലേക്ക് വരാൻ വേണ്ടി എന്തൊക്കെ പ്രോസസ്സസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഞാൻ ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല, കാരണം എന്തായാലും നിങ്ങളുടെ ഏജൻസിയും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കേഴ്സ് എന്തായാലും ഗൈഡും ചെയ്യും, ഹെൽപ്പ് ചെയ്യും പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പ്രോസസ്സസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്ന ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഞെക്കുവാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇറങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അറിയുന്നതാണ്. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾറൈറ്റ്, ഫസ്റ്റ് സ്റ്റേജ് എന്തായാലും ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ നല്ലപോലെ പെർഫോം ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോ കാണാവുന്നതാണ്. ഞാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ അയർലൻഡിലെ നഴ്സിംഗ് ഹോംസിലേക്ക് നടത്തുന്ന ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടി ഞാൻ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ. അപ്പോൾ നമ്മുടെ മെയിൻ സ്റ്റേജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞു, നിങ്ങൾ പാസ്സായി. നോർമലി ഇൻ്റർവ്യൂ പാസ്സായ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അന്ന് തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം പാസ്സായിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ അറിയാം ഫെയിൽ ആയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ പാസ്സായി. നോർമലി ചില ഏജൻസീസ് നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സോ കയ്യിൽ വെക്കും, കാരണം ജസ്റ്റ് അവരുടെ ഒരു സേഫ്റ്റിക്ക്. ലൈക്ക് നമ്മൾ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞ് ഇനി വേറൊരു ഏജൻസിനെയോ അല്ലെങ്കിൽ വേറൊരു ഇൻ്റർവ്യൂയോ ഇനി നമ്മൾ അറ്റൻഡ് ചെയ്യത്തില്ല എന്ന അവരുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ നമ്മുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റോ അവരുടെ കയ്യിൽ മേടിച്ച് വെക്കും. കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്തിനാണ് മേടിച്ച് വെക്കുന്നത്, അതിൻ്റെ മേടിച്ച് വെക്കുന്ന ആവശ്യമുണ്ടോ എന്തെങ്കിലും ചോദിച്ച് വെക്കുക. പക്ഷേ ഇതിൻ്റെ റീസൺ ബിഹൈൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അവരുടെ ഒരു സേഫ്റ്റിക്ക്, ലൈക്ക് നമ്മൾ വേറൊരു ഏജൻസിയിലോ അല്ലെങ്കിൽ വേറൊരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോകത്തില്ല എന്ന് ജസ്റ്റ് അവരുടെ സേഫ്റ്റിക്ക് അവർ മേടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി, നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ് നമ്മുടെ ഏജൻസിക്ക് കൊടുത്തു, കാരണം ജസ്റ്റ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയമാണ് നമ്മുടെ TLൻ്റെ എക്സ്പയറിയും OETയുടെ എക്സ്പയറി വെച്ചിട്ടാണ് നമ്മുടെ ഒരു ട്രാവൽ ഡേറ്റ്സ് നമ്മുടെ ഏജൻസിയോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ പിള്ളേർ കാണും. അപ്പോൾ ആ പിള്ളേരിൽ നിന്ന് DLൻ്റെ എക്സ്പയറിയും OETയുടെ എക്സ്പയറിയും, ഇപ്പോൾ പെട്ടെന്ന് DLയും OETയും തീരുന്നവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഫസ്റ്റ് കയറി ഇൻടേക്കിന് വേണ്ടി. അപ്പോൾ നമ്മുടെ DLൻ്റെയും OETയുടെ എക്സ്പയറി വെച്ചിട്ടായിരിക്കും ഇൻടേക്ക് ഡേറ്റ്സ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ ഏജൻസി തന്നെ നമ്മളെ അറിയിക്കും. അപ്പോൾ നമ്മുടെ ആ OETയുടെയും DLൻ്റെ എക്സ്പയറി വെച്ച് നമുക്കൊരു മന്ത് കിട്ടും, നമ്മൾ ഏത് മന്തിലേക്കായിരിക്കും ഇൻടേക്ക് ആവുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മന്ത് നമ്മളെ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഏജൻസി നമ്മളെ അറിയിക്കും. അപ്പോൾ ആ മന്തിൻ്റെ ഇൻടേക്കിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇൻ്റർവ്യൂ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യും, നമ്മുടെ ഇൻടേക്ക് മന്ത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് നമ്മളെ ഏജൻസി തന്നെ നമ്മളെ അറിയിക്കും ഏത് മന്തിലേക്കാണ് നമ്മൾ ഇൻടേക്ക് ആവുന്നത്. അപ്പോൾ ഓൾറൈറ്റ്, നമ്മൾ പോകുന്ന ഒരു മന്ത് നമുക്ക് കിട്ടി. ആ മന്തിൻ്റെ 2 months ബിഫോർ ആയിരിക്കും നമ്മുടെ പ്രോസസ്സിങ്ങും പേപ്പർ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന പേപ്പർ വർക്ക്സ് ആണ് നമ്മുടെ ഓഫർ ലെറ്റർ, കോൺട്രാക്ട് ലെറ്റർ. നമ്മൾ നഴ്സിംഗ് ഹോം ആണെങ്കിൽ നഴ്സിംഗ് ഹോം, ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഹോമിൻ്റെ ഓഫർ ലെറ്ററോ കോൺട്രാക്ട് ലെറ്ററോ നമ്മുടെ ഏജൻസി നമുക്ക് അയച്ചു തരും. അതിനകത്ത് കാണും എല്ലാ ഡീറ്റെയിൽസും, ഏത് നഴ്സിംഗ് ഹോമാണ്, എന്താണ് നമ്മുടെ സാലറി, എത്രയാണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ്, നമ്മുടെ ജീവിത കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും ആ ഓഫർ ലെറ്ററും കോൺട്രാക്ട് ലെറ്ററിലും കാണും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഓഫർ ലെറ്ററും കോൺട്രാക്ട് ലെറ്ററും എത്ര പെട്ടെന്ന് സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് നമ്മുടെ ഏജൻസിക്ക് തന്നെ തിരിച്ചയക്കുക എന്നാണ്. ചില ഏജൻസീസ് നോർമലി നമുക്ക് സ്പെസിഫിക്കലി യൂസ്ഡ് പ്രിൻറ്റേഴ്സ് ഉണ്ട്, ഈ പ്രിൻറ്റേഴ്സിൽ കൂടിയേ സ്കാൻ ചെയ്ത് അയക്കാൻ പാടുള്ളൂ എന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ഏജൻസി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അയച്ചു തരുന്ന ഓഫർ ലെറ്ററും കോൺട്രാക്ട് ലെറ്ററും സൈൻ ചെയ്ത് തിരിച്ച് ഏജൻസിക്ക് അയക്കേണ്ടതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. പിന്നെ ഒരു എക്സ്ട്രാ കാര്യമായിട്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് PCCയും ഗുഡ് സ്റ്റാൻഡിങ്ങും രണ്ടിൻ്റെയും വാലിഡിറ്റി 6 months ആണ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ പ്രോസസ്സ് തീരുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ അയർലൻഡിലേക്ക് കയറി പോകുന്നത് വരെ നമ്മുടെ PCCയും ഗുഡ് സ്റ്റാൻഡിങ്ങും വാലിഡ് ആയിരിക്കണം. കാരണം ഈ 2 ഡോക്യുമെൻറ്റ്സും ഇടയ്ക്ക് ഏജൻസിക്കോ അല്ലെങ്കിൽ നമുക്ക് അയർലൻഡിലേക്ക് അയക്കേണ്ട ആവശ്യം വരും. പറഞ്ഞിരിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ PCCയും ഗുഡ് സ്റ്റാൻഡിങ്ങും എപ്പോഴും വാലിഡ് ആയിരിക്കണം ഇവിടുന്ന് കയറി പോകുന്നത് വരെ. അപ്പോൾ ജസ്റ്റ് ഒരു നോട്ടായിട്ട് ഞാൻ പറഞ്ഞാൽ, അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ബോത്ത് ആർ വാലിഡ് അൺടിൽ യു ആർ ട്രാവലിംഗ് ടു അയർലൻഡ്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും എല്ലാം അയച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റെപ്പാണ് നമ്മുടെ RCSIയുടെ എക്സാം ഡേറ്റ്സ്. എന്നുവെച്ചാൽ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ടെസ്റ്റോ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സ് ബുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ വരുന്ന സ്റ്റെപ്പ്. അതിനുള്ള ഹെൽപ്പ് നമ്മുടെ ഏജൻസി തന്നെ ചെയ്തു തരും. നോർമലി നമ്മുടെ ഏജൻസീസാണ് ബുക്ക് ചെയ്ത് തരുന്നത്. ഏജൻസി അവരുടെ ഇൻവോയ്സ് എന്തെങ്കിലും അയച്ചു തരുവാണെങ്കിൽ നമ്മൾ അതിലേക്ക് പേയ്മെൻറ്റ് അടയ്ക്കുവാണെങ്കിൽ അവർക്ക് നമുക്ക് ഡേറ്റ്സ് ബുക്ക് ചെയ്ത് തരും.
അപ്പോൾ നമ്മൾ അതിലേക്ക് പേയ്മെൻറ്റ് അടച്ച് കഴിയുവാണെങ്കിൽ നോർമലി ചില ഏജൻസീസ് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും, ചില ഏജൻസീസ് അവർ തന്നെ നമുക്ക് എക്സാം ബുക്ക് ചെയ്ത് തരും, നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്നതാണ് നമ്മുടെ RCSയുടെ ഡേറ്റ്സ്. പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് RCSയുടെ ഡേറ്റ്സ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഡേറ്റിൽ തന്നെ അവർ നമുക്ക് ഡേറ്റ്സ് എടുത്ത് തരും. അപ്പോൾ നമുക്ക് RCSയുടെ ഡേറ്റ്സ് കിട്ടി, പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് RCSയുടെ ഡേറ്റ്സ് കിട്ടി. ആ ഡേറ്റിന് ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ ഇമെയിലിലേക്ക് തന്നെ വരും. എന്നാണ് നിങ്ങളുടെ എക്സാം, തിയറി എക്സാം എന്നാ, പ്രാക്ടിക്കൽ എക്സാം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇമെയിലിലേക്ക് വരും. RCS എക്സാമിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദാറ്റ് വീഡിയോ ഓൾസോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓഫർ ലെറ്റർ കഴിഞ്ഞു, കോൺട്രാക്ട് ലെറ്റർ കഴിഞ്ഞു, RCSയുടെ എക്സാം ഡേറ്റ്സും കിട്ടി. ഈ 3 ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിനി AWS എന്ന് പറഞ്ഞ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ എടിപ്പിക്കൽ വർക്ക് സ്കീം വിസ ആണ് AWS. അപ്പോൾ നമുക്കത് 6 months വാലിഡിറ്റി ഉള്ളൊരു വിസയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് അയർലൻഡിൽ ചെന്ന് ഈ എക്സാം എഴുതി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന എൻ്റെ ഒരു പെർമിഷൻ തരുന്ന ഒരു വിസയാണ് ഈ AWS. അപ്പോൾ മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ ഈ ഓഫർ ലെറ്റർ, കോൺട്രാക്റ്റ്, RCSയുടെ ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ ഓഫർ ലെറ്ററും നമ്മുടെ ഈ കോൺട്രാക്ട് ലെറ്ററും RCSയുടെ ഡേറ്റ്സ് കിട്ടിയ ലെറ്ററും അതോടൊപ്പം നമ്മുടെ ഡിസിഷൻ ലെറ്ററും അതോടൊപ്പം നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫുൾ കോപ്പി, ലൈക്ക് എല്ലാ പേജസും ബ്ലാങ്ക് ആണെങ്കിലും ഫിൽഡ് ആയിട്ടുള്ളതും പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ പേജസിൻ്റെയും കോപ്പി വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഏതിന്? AWS വിസ കിട്ടാൻ വേണ്ടി അപ്ലൈ ചെയ്യും. നോർമലി ഈ വിസ നമുക്ക് 2 weeksനുള്ളിൽ കിട്ടും, പക്ഷേ ചിലർക്ക് ഡിപ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ നേരത്തെ കിട്ടും, 2 weeksന് മുമ്പും കിട്ടും. അപ്പോൾ ഈ എല്ലാ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് നമ്മുടെ AWS വിസ. ഏതൊക്കെ? നമ്മുടെ ഓഫർ ലെറ്റർ, കോൺട്രാക്ട് ലെറ്റർ, DL, പാസ്പോർട്ടിൻ്റെ കോപ്പി, അതോടൊപ്പം തന്നെ RCS എക്സാം ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു വിസയാണ് നമ്മുടെ AWS. അതും എങ്ങനെ ബുക്ക് ചെയ്യേണ്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഏജൻസി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കാർഡ് വെച്ചാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഏജൻസി നമ്മൾ ഗൈഡ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് AWS വിസ കിട്ടാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. വിത്തിൻ 2 weeks, ചിലർക്ക് ലേറ്റ് ആവും, ചിലർക്ക് നേരത്തെ കിട്ടും, ബട്ട് വിത്തിൻ 2 weeks നമുക്ക് നമ്മുടെ AWS വിസ കിട്ടും. നമ്മുടെ AWS ആപ്ലിക്കേഷൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും നമുക്ക് വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വരും. ഫോർ എക്സാമ്പിൾ അപ്ഡേറ്റഡ് CV, അതോടൊപ്പം തന്നെ റെഫറൻസ് ലെറ്റർ. ഇപ്പം നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ ഒരു സൂപ്പറിൻ്റെ റെഫറൻസ് ലെറ്റർ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ റെഫറൻസ് ലെറ്റർ, അതെല്ലാം ഫില്ലാക്കേണ്ട ഫോംസ് എല്ലാം നമുക്ക് അവർ അയച്ചു തരും. മാക്സിമം ലാഗ് കൂടാണ്ട് മാക്സിമം ഫില്ലാക്കി തിരിച്ചയച്ചു കൊടുക്കുക. അല്ലാണ്ട് വരുന്ന ചില ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണും, അപ്ഡേറ്റഡ് CV, അല്ലാണ്ട് മെഡിക്കൽ ഫോംസ്, നമ്മൾ എന്തൊക്കെ വാക്സിനേഷൻസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ മാക്സിമം നമ്മൾ കോപ്പി എടുത്ത് ഫില്ല് ചെയ്ത് അവർ ഉദ്ദേശിക്കുന്ന പ്രിൻറ്റേഴ്സ് തന്നെ സ്കാൻ ചെയ്ത് തിരിച്ച് ഏജൻസിക്ക് അയച്ചു കൊടുക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അയർലൻഡിൽ ഒരു ഹെൽത്ത് കെയർ വർക്കായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് HSC ലാൻഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ കുറേ കോഴ്സസ് ഉണ്ട്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, മെഡിക്കൽ ഗ്യാസസ്, അങ്ങനത്തെ കുറേ മാനേജ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളോട് അവർ പറയും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒറ്റ PDF ആയിട്ട് അയക്കാനും പറയും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ കുറേ പ്രോസസ്സസും കുറേ ഡോക്യുമെൻറ്റ് വർക്ക്സ് ഉണ്ടാകും. അത് മാക്സിമം ലാഗ് കൂടാണ്ട് കംപ്ലീറ്റ് ആക്കി പറയുന്ന സമയത്തിന് ഏജൻസിക്ക് തിരിച്ചയക്കാൻ നോക്കുക. അങ്ങനെ 2 weeks ഒക്കെ കഴിഞ്ഞ് നമ്മുടെ AWS അല്ലെങ്കിൽ എടിപ്പിക്കൽ വർക്ക് വിസ കൈ കിട്ടി. ഈ കിട്ടിയ എടിപ്പിക്കൽ വർക്ക് വിസ വെച്ചിട്ടാണ് നമ്മൾ ഒറിജിനലായിട്ടുള്ള ഐറിഷ് വിസ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ VFS ഗ്ലോബലിൽ പോയിട്ട് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഐറിഷ് വിസ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് നോർമലി നമ്മുടെ ഏജൻസി ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് ഏതെങ്കിലും തേർഡ് പാർട്ടി ഏജൻസി വഴിയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്തത് ഗ്ലോബൽ വിസാസ് എന്ന് പറഞ്ഞുള്ളൊരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ AWS കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐറിഷ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ആ വിസയാണ് വെച്ച് നമ്മൾ അയർലൻഡിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ വിസ. അപ്പോൾ എടിപ്പിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടിയുള്ള വിസ, ഐറിഷ് വിസ ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള വിസ. അപ്പോൾ കിട്ടിയ AWS വെച്ചിട്ടാണ് നമ്മൾ ഐറിഷ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെയാണ് നമ്മുടെ ഐറിഷ് വിസ. ഐറിഷ് വിസയുടെ കാര്യം പറയാൻ പറ്റില്ല, കാരണം ചിലർക്ക് നല്ലപോലെ ലേറ്റ് ആവും, ചിലർക്ക് 5 ദിവസം കൊണ്ട് കിട്ടും, ചിലർക്ക് 10 ദിവസം കൊണ്ട് കിട്ടും. എനിക്ക് കിട്ടിയത് 18 days കൊണ്ടാണ്. മിനിമം നമുക്ക് വിത്തിൻ 28 days കൊണ്ടാണ് കിട്ടുന്നത്. ബട്ട് ആ വിസ കിട്ടുന്ന കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ RCSയുടെ ഡേറ്റ്സ് ഓൾറെഡി ബുക്ക് ചെയ്തതുകൊണ്ട് ആ ഡേറ്റ്സിന് മുമ്പ് വേണം നമുക്ക് ആ വിസ കിട്ടാൻ. വിസ ലേറ്റ് ആയി കഴിഞ്ഞാൽ കാരണം പാടായി, കാരണം ഡേറ്റ്സ് പിന്നെ പോസ്റ്റ്പോൺ ചെയ്യണം. ഇത് RCSയുടെ എക്സാം ഡേറ്റ്സ് പോസ്റ്റ്പോൺ ചെയ്യണം, മെയിൽസ് അയക്കണം, അങ്ങനത്തെ കുറേ വള്ളികളുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുക, മാക്സിമം നമുക്ക് വിസ നേരത്തെ കിട്ടാൻ വേണ്ടി. 28 days കൊണ്ടാണ് നോർമലി കിട്ടേണ്ടത്, ചിലർക്ക് 12 days, ചിലർക്ക് 5 days കൊണ്ട് കിട്ടും.
അപ്പോൾ നമ്മുടെ പാസ്പോർട്ടൊക്കെ നമ്മുടെ VFS ഗ്ലോബലിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് SMS ആയിട്ട് വരും. അവരിന്ന് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ SMS ആയിട്ട് വരും നമ്മുടെ പാസ്പോർട്ട് തിരിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ ഐറിഷ് വിസയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് നമുക്ക് 28 ഡേയ്സ് ആവും, ചിലപ്പോൾ കൂടുതലാവും, ചിലപ്പോൾ വിത്തിൻ 20 ഡേയ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞു. ഐറിഷ് വിസ വരെ എത്തി. ഐറിഷ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മുടെ പാസ്പോർട്ടും കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെയ്യേണ്ടത്. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യേണ്ടത്, പാർഷ്യസൈഡിന് എക്സാമിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ പോകേണ്ടതും, കോച്ചിങ്ങും, സാധനങ്ങൾ മേടിക്കേണ്ടതും, പാക്ക് ചെയ്യേണ്ട സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അല്ലാണ്ടും പിന്നെ വേറെ കുറേ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണും. അത് ഫില്ലാക്കി കൊടുക്കുക, HSLR കോഴ്സസ് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് റീസെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇടയ്ക്കാണ് നടക്കുന്നത്. പക്ഷേ മെയിനായിട്ടുള്ള പ്രോസസ്സുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് വരേണ്ടത്. പിന്നെ മാക്സിമം RCSI എക്സാം ഡേറ്റ്സ് ബുക്ക് ചെയ്തതിൻ്റെ ഒരു 5-6 ദിവസം മുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുക്കാൻ നോക്കുക. അത് നമ്മുടെ വിസ വരുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് നേരത്തെ വിസ വരുവാണെങ്കിൽ, വിസ വരുന്നവരെ കാത്തിരുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുക്കാൻ നിൽക്കുവാണെങ്കിൽ ഫ്ലൈറ്റ് ചാർജസ് കൂടുതലായിരിക്കും. നേരത്തെ എടുക്കുവാണെങ്കിൽ ഫ്ലൈറ്റ് ചാർജസ് കുറവായിരിക്കും. ബട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ ഡേറ്റിന് മുമ്പ് വിസ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പ്രോസസ്സുകൾ. നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഡോക്യുമെൻറ്റ് വർക്ക്സും കുറേ ഓട്ടവും ചാട്ടവും കാണും. ബട്ട് മാക്സിമം ലാഗ് കൂടാണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർക്കാൻ നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചെയ്ത പ്രോസസ്സിൻ്റെ ഒക്കെ ഓരോ സ്റ്റെപ്സായിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതിലും ഡീപ്പായിട്ട് കാണും. അത് നിങ്ങൾ ഏജൻസിയായിട്ട് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ചെയ്യുക. ബട്ട് എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊക്കെയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏജൻസിയിലോ അല്ലെങ്കിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബട്ട് മാക്സിമം നിങ്ങൾ ഏജൻസിനെയോ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അയർലൻഡിലേക്ക് വരാനുള്ള പ്രോസസ്സ്. ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കയ്യിലുണ്ടത്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ പോലും എല്ലാ ഡോക്യുമെൻറ്റ്സിനും കോപ്പി കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന നഴ്സുമാർ പെട്ടെന്ന് പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കി അയർലൻഡിലേക്ക് കയറി വരിക. എക്സാം അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി പിന്നൊക്കെ കിട്ടി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു.